ഇന്നലെ വൈകിട്ട് ജിൻഡോയെ വിളിച്ചു വരുത്തി ബിഗ് ബോസ് ജിൻഡോയുടെ കണ്ണട കൊടുക്കുന്നുണ്ട്. കണ്ണട കൊടുക്കുമ്പം ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, എന്താ ജിൻഡോ ഒരു സന്തോഷമില്ലാത്തതെന്ന്. അപ്പം ലാലേട്ടൻ പറഞ്ഞ പ്രകാരമാണ് കണ്ണട കൊടുക്കുന്നതെന്ന് ജിൻഡോയോട് പറയുന്നുണ്ട്. ജിൻഡോയോട് അന്നേരം ഒന്നൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ നേരത്തെ തന്നെ പറയുന്നതാണ്, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും പറഞ്ഞു, എനിക്ക് കണ്ണട ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ജിൻഡോ പറയുന്നു. എൻ്റെ കണ്ണട അങ്ങ് മേടിച്ച് വെച്ചേക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ജിൻഡോയ്ക്ക് പുതിയൊരു കണ്ണടയാണ്. എൻ്റെ കണ്ണടയല്ലല്ലോ ബിഗ് ബോസ് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. പുതിയ കണ്ണടയും വെച്ചുകൊണ്ട് പോകാനാണ് ജിൻഡോയോട് പറയുന്നത്. അപ്പം ബിഗ് ബോസ് ഒരു കണ്ടൻ്റാണ് അവിടെ ഉദ്ദേശിച്ചത്. ജിൻഡോ കണ്ണടയും വെച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് കണ്ട് പലരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ലുക്ക് തന്നെ മാറി എന്നുള്ളതാണ്. ജിൻഡോ അതിന് ശേഷം അകത്തേക്ക് പോയി തൻ്റെ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറി അടിപൊളി ലുക്കിൽ ജിൻഡോ വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പല ഡ്രസ്സുകളും എടുത്ത് നോക്കി, എന്നിട്ട് ചേരുന്ന ഡ്രസ്സ് ഒരു ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഇട്ട് ജിൻഡോ ഒരു വരവുണ്ട്. എന്നിട്ട് അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. നടന്നു കഴിയുമ്പോഴത്തേന് സാധാരണ ചെരുപ്പായിരുന്നിട്ടിരുന്ന് അപ്പം അവിടെയുള്ള ഋഷിയൊക്കെ പറയുന്നുണ്ട്, ജിൻഡപ്പ ഇതുപോലെ അഭിഷേകും എല്ലാവരും പറയുന്നുണ്ട് ഇത് ഷൂ ഇട് എന്ന് പറയും, എന്നാലേ ലുക്ക് വരുത്തുള്ളൂ എന്ന് പറയും. അപ്പം പിന്നെ അവരെല്ലാവരും പറയുന്നുണ്ട്, കളിയാക്കിയാണോ എന്തോ അറിയില്ല, എന്ത് ലുക്കായത്, നിങ്ങളുടെ സൗന്ദര്യമെല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നോറ കണ്ണു പിടിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം അവരെല്ലാം കൂടെ കളിയാക്കുന്നുണ്ട്, നോറയ്ക്ക് ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ജിൻഡോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, കണ്ണടയും വെച്ച് ജിൻഡോ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണ കേസാണ്, പക്ഷെ അത് ജിൻഡോയുടെ ഒരു മൈൻഡ് ഗെയിം അതിനകത്തും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബിഗ് ബോസ് അകത്ത് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിൻഡോ കണ്ണട വെച്ചുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അതൊരു കണ്ടന്റ് ആക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാകുകയും തൻ്റെ ക്യാമറകൾ തന്നെ നേരെ തന്നെ ഫോക്കസ് ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ണടയൊക്കെ വെച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയും ജിൻഡോ അതൊരു ഗെയിമായിട്ട് എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അത് പലപ്പോഴും പലർക്കും ഇല്ലാത്ത പോകുന്ന ഒരു സാധനമാണിത്. കാരണം ഏതെങ്കിലും സമ്മാനം കൊടുത്തു, ഓളം തന്നെ അത് എടുത്ത് പോക്കറ്റിൽ വെച്ചു, ഇങ്ങനെ നടന്നു പോയി, പിന്നെ എടുത്തുകൊണ്ട് വെച്ചു, അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷേ ജിൻഡോയ്ക്ക് അത് വ്യക്തമായിട്ടറിയാം, തനിക്ക് കണ്ണട അതൊരു കണ്ടൻ്റാണ്, അത് പുറത്ത് പോകും, അതെങ്ങനെയൊക്കെ തനിക്കത് അനുകൂലമാക്കി മാറ്റാം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഇങ്ങനൊരു പുതിയ ഡ്രസ്സുമൊക്കെ ഇട്ട് പാൻറ്റുമൊക്കെ ഇട്ട് അതിന് ചേരുന്ന ഷൂ ഒക്കെ ഇട്ട് ജിൻഡോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്തത്. അപ്പം കൃത്യമായിട്ടത് ജിൻഡോ മനസ്സിലാക്കുകയും ജിൻഡോ വിചാരിച്ച പോലെ തന്നെ അത് ക്യാമറ ഒപ്പിയിട്ടുകയും ഇന്നലെ ലൈവ് മൊത്തം ജിൻഡോയുടെ ഈ കണ്ണട തന്നെയായിരുന്നു ഒരു മുഖ്യ വിഷയം. ജിൻഡോ ഇന്ന് ലാലേട്ടൻ വരുമ്പം ലാലേട്ടനോട് അന്നേരം തന്നെ നന്ദി പറഞ്ഞു, ഫോട്ടോയോട് നന്ദി പറയുന്നത് കേട്ടു, ലാലേട്ട താങ്ക്സ് എന്ന് പറയുന്നത് കേട്ടു, ബിഗ് ബോസിനോട് നന്ദി പറയുന്നത് കേട്ടു. അപ്പം ജിൻഡോയ്ക്ക് വ്യക്തമായിട്ടറിയാം ലാലേട്ടൻ വരുമ്പോൾ ഇതൊരു കണ്ടൻ്റാണ്, ആ കണ്ടൻറ്റ് ഞാൻ വേണ്ട വിധം ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെയാണ് കണ്ടൻറ് ഉണ്ടാക്കുന്നത്. അത് ജിൻഡോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.